ഇന്ത്യൻ എക്കോണമിയെ പറ്റി ഡെഡ് എക്കോണമി എന്നൊക്കെ പറഞ്ഞ് ഒരക്ഷരം ഇന്ത്യൻ പ്രധാനമന്ത്രി മിണ്ടിയില്ല. ചോദ്യം എന്താ കാരണം? സിമ്പിളാ ഉത്തരം, ഭയന്നിട്ടായത്. അല്ലാതെ ഈ വെല്ലുവിളിയൊന്നും ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നില്ല. കാരണം അവർക്കറിയാം അവരാരോടാ കളിക്കുന്നത്. അല്ലാതെ ഒരു യൂട്യൂബുകാരൻ്റെ തള്ളുന്നൊന്നും അല്ല. കാരണം ഗെയിം വല്ലാത്ത ചേഞ്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇന്ത്യക്കെതിരെ ഗ്ലോബൽ രാജ്യങ്ങളെല്ലാം ഒന്നിക്കുന്ന ഒരു സ്ഥിതിയിലോട്ട് പോകുന്നു. അവസാന കച്ചി തുരുമ്പിന് വേണ്ടിയാണ് SCOയിൽ പോയത്. അവിടെ ചെന്ന് അവിടുത്തെ എല്ലാം കൊണ്ട് കഴിഞ്ഞ് പേടിച്ച് പുള്ളി തിരിച്ചിങ്ങ് പോകും. സിമ്പിളായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് അവന്റെ മിലിറ്ററി എക്യുപ്മെന്റ്സ് കഴിയുമ്പോൾ പുള്ളി നിശബ്ദരുമാണ്. ഇത് ഉണ്ടായ സംഭവമാണ്. ഇത് എനിക്ക് ദുഃഖമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്രമാത്രം ഫോളിങ് ഒരിക്കലും പാടില്ല. എന്റെ പ്രധാനമന്ത്രിയല്ലേ ഈ രീതിയിൽ പോകുന്നത്? നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ ഈ പോകുന്നത്? അപ്പൊ ഇവിടെ ഇപ്പോഴാണ് ഈ ഒപ്പോസിഷൻ കയറി വന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക്കൽ പ്രശ്നം, ഇന്ത്യയിൽ പ്രശ്നം, വോട്ട് ചോരി പ്രശ്നം, BJP എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി താപ്പോട്ട് പോകുന്നു, ബീഹാറിൽ കാണുന്ന റിഫ്ലക്ഷൻ, ഗ്ലോബലായിട്ട് ഉണ്ടാകുന്ന അടി. ഏതായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നല്ലൊരു കണിയാരെ പോയി കാണേണ്ട ആവശ്യമുണ്ട്. അയാളുടെ സമയം ശരിയല്ല. തൊടുന്ന എല്ലാ അബദ്ധമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിന് കാലെ കൂട്ടിയൊരു പൂജയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇതൊന്നും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യമൊന്നുമല്ല. അതായത് കഴിഞ്ഞ 3-4 മാസം കൊണ്ട് ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും വന്നിരിക്കുന്ന കഷ്ടകാലമാണ്.